സാർ, ഇപ്പം ഹമാസിൻ്റെ മേൽ ട്രംപിൻ്റെ വിജയം ഇതാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഹമാസിൽ തന്നെ വലിയ പ്രക്ഷോഭവുമായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. എത്രയും പെട്ടെന്ന് ഈ തീവ്രവാദികൾ ഈ നാട് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? മാർച്ച് 19 സീസ് ഫയറിൻ്റെ കാര്യം പോക്കാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ ഇൻഫൻട്രിയും അതേപോലെ ആർട്ടിലറിയൊക്കെ ടാങ്കുകളും കവചിത വാഹന വ്യൂഹങ്ങളൊക്കെ റോഡുകളിൽ അണിനിരക്കാൻ തുടങ്ങി. അവർ ആക്രമണം ആദ്യം വടക്കൻ ഗാസയിൽ ആരംഭിച്ചു. അപ്പോൾ ജബാലിയ, ബെയ്ത്ത് ലാഹിയ, ബെയ്ത്ത് ഹനൂൻ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ പേടിച്ച് പരക്കം പായാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തെക്കൻ ഗാസയിലേക്ക് പ്രവേശിച്ചു ഇസ്രായേലി ആർമി. ഖാൻ യൂനിസ്, റാഫ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഓട്ടം തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 48 മണിക്കൂറിനുള്ളിൽ 970 പീപ്പിൾ 970 ആൾക്കാർ മരണമടഞ്ഞു 48 മണിക്കൂറിനുള്ളിൽ. അപ്പോഴേക്കും ഈ മരിച്ചവരുടെ സംഖ്യ 50,000 കടന്നു. 50,000 കടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ചിന്താഗതി വന്നു, ഈ പോക്ക് ശരിയാണോ എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രതിഷേധമൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമുക്കിവിടെ KSU, SFI അല്ലെങ്കിൽ CITU ഒക്കെ ജാഥ നടത്തുന്ന പോലെയല്ല. അവിടെ ജാഥയൊന്നും നടക്കില്ല. ജാഥയ്ക്കൊക്കെ നിയന്ത്രണമാണ്. പക്ഷേ ജാഥ നടന്ന് അത് 2 ജാഥ നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെടും. നമ്മൾ സദ്ദാം ഹുസൈൻ്റെ കേസിൽ കണ്ടിട്ടുണ്ടല്ലോ. സദ്ദാം ഹുസൈൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് റോഡിലൊക്കെ ആൾക്കാർ ഓടി നടന്ന ആഹ്ലാദ നൃത്തം നടത്തുമായിരുന്നു. എൻ്റെ ആത്മാവ്, എൻ്റെ ഹൃദയം, എൻ്റെ ജീവൻ, എൻ്റെ രക്തവും മാംസവും എല്ലാം സദ്ദാം ഹുസൈനാണ് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി നൃത്തം ചെയ്തൊക്കെ നടക്കുമായിരുന്നു. അത് കാണുമ്പോൾ നമ്മൾ പലരും ആലോചിക്കുമായിരുന്നു, ഇറാഖിലെ മജോറിറ്റി കമ്മ്യൂണിറ്റി ഷിയാണ്, എന്നിട്ട് എന്തിനായി സദ്ദാം ഹുസൈൻ ഇത്രയും സ്തുതി പറയണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വന്നപ്പോഴാണെന്ന് വെച്ചാൽ അമേരിക്കൻ ആർമി ഈ അവിടെ സദ്ദാം ഹുസൈൻ്റെ ഹ്യൂജ് സ്റ്റാച്യു ഉണ്ടായിരുന്നു. അത് കമ്പി വടം ഉപയോഗിച്ച് വലിച്ച് താഴ്ത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ പതുക്കെ തിരിഞ്ഞു തുടങ്ങി. പതുക്കെ തിരിഞ്ഞാൽ പിന്നെ ഒരൊറ്റ തിരിച്ചലാണ്, പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതേപോലെ ഇവിടെ ഈ സദ്ദാം ഹുസൈൻ്റെയോ അല്ലെങ്കിൽ ഗദ്ദാഫിയുടെയോ അല്ലെങ്കിൽ അസാദിൻ്റെ ഒക്കെ പോലെ കർശനമായ ഭരണമായിരുന്നു ഹമാസിൻ്റെ. ഹമാസിനെ നേരിടാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. അവർക്കെതിരെ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പം ജനം തെരുവിലിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെയും പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അവർ ഇത്രയും നാൾ ഹമാസ് പറയുന്നത് കേട്ട് ഈ പണികളൊക്കെ ചെയ്തു. ഒക്ടോബർ 7 1200 പേരെ കൊല്ലുകയും ഇത്രയും പേരെ പിടിച്ചുകൊണ്ട് പോയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ വിജയമായിട്ട് ജനങ്ങളും അത് എൻജോയ് ചെയ്തിരുന്നു. അവരോടൊപ്പം സഹകരിച്ചൊക്കെ നടന്നിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഒരു മാറ്റം വന്നു. ഈ മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ പാലസ്റ്റീൻ അതോറിറ്റിക്കാർ, അതായത് വെസ്റ്റ് ബാങ്കിൽ കുറേ ഭരണം നടത്തുന്നുണ്ട്. അവർ പണ്ടത്തെ PLOയുടെയും അൽഫത്തയുടെയൊക്കെ പിൻഗാമികളായ ഈ പറയുന്ന പാലസ്റ്റീൻ അതോറിറ്റി പറഞ്ഞായിരുന്നു ഹമാസ് പോകണം, ഹമാസ് പോയില്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന പാലസ്തീൻ എന്നുള്ളൊരു ഐഡിയ തന്നെ ഇല്ലാതെയാകും, പാലസ്തീന് ജനങ്ങളില്ലാതെയാകും എന്നൊക്കെയുള്ളൊരു കാര്യമൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ആരും അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ജനങ്ങൾ തന്നെ ഹമാസിനെതിരെ ഭയങ്കര ജാഥ നടത്തുന്നു. ഹമാസിനെ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഹമാസ് എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് എതിരായിട്ട് തിരിയുന്ന ഒരു ടെൻഡൻസി വന്നിരിക്കുകയാണ്. അപ്പോൾ അൽ ജസീറയൊക്കെ ആദ്യം ഇത് കണ്ടില്ല എന്നുള്ള ഇത് നടിച്ചു. കാരണം അവർ മുഴുവനും ഹമാസ് ഇപ്പോൾ അതിയു ദിയു എന്നൊക്കെ പറഞ്ഞാൽ നടന്നിരുന്നത്. അപ്പോൾ ഹമാസിനെ പുറത്താക്കണം എന്ന് ജനം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ അൽ ജസീറ ആദ്യം കണ്ടില്ല എന്ന് നടിച്ചു. അങ്ങനെ കുറേ ചാനലുകൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം എല്ലാവരും അത് കണ്ടു, എല്ലാവരും റിപ്പോർട്ട് ചെയ്തു, എല്ലാവരും അറിഞ്ഞു. അപ്പോൾ അവർക്ക് കള്ളിയില്ലാത്ത രീതിയിലായി കാര്യങ്ങൾ. അപ്പോൾ ഹമാസിന് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഇൻക്ലാബ് വിളിക്കുന്നു. പിന്നെ ആൻറ്റി വാർ, ആൻറ്റി ഹമാസ് എന്നൊക്കെയുള്ള രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. യെസ് ടു പീസ്, നോ ടു വാർ എന്നും പറഞ്ഞ് വിളിച്ചു പറയുന്നു. അങ്ങനെ ആകെ കാര്യങ്ങളൊക്കെ അവിടെ മാറി മറിഞ്ഞ് നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞ ഹമാസുകാർ തന്നെ വെടിവെച്ച് കൊല്ലും. ഈ അത് നടക്കുന്ന സമയത്ത് ഹമാസുകാർ മുഖംമൂടി വെച്ച് അതിൽ കൂടെയൊക്കെ പറഞ്ഞ് ഇവരെ പിടിച്ചു മാറ്റാനൊക്കെ പറഞ്ഞ് ശ്രമിച്ചു. നടന്നില്ല. ഇവരൊക്കെ രാജ്യദ്രോഹികളൊക്കെയാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ജനങ്ങളിപ്പോൾ നോക്കുമ്പോൾ കാര്യം രക്തസാക്ഷിയൊക്കെ ആകുന്നതൊക്കെ എല്ലായിടത്തും ഹീറോസാണ്, വീരശൂര പരാക്രമികളാണ്. പക്ഷെ എത്ര പേരാ മരിക്കുന്നതിനൊരു കണക്കുമില്ല. ഇപ്പം 50,000 കവിഞ്ഞു പോയി. ഭക്ഷണമില്ല, പാനീയമില്ല, വേറെ ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി പോലും ഇല്ല. അപ്പം അങ്ങനെ കിടന്ന് അവർ നരകിക്കുകയാണ്. നരകിച്ച് ഈ 50,000 പേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സഡൻലി ഗുഡ് സെൻസസ് ഡോൺഡ് ഓൺ ദം. അവർക്കൊരു സുബോധം വന്നു, ഈ ഹമാസുകാർ എന്താണ് കാണിക്കണേ, ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രക്ഷയില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി വന്നു. അപ്പോൾ ഇപ്പോൾ ഹമാസ് തന്നെ പറയണത് എന്ത് പ്രൊപ്പോസലായാലും സമാധാനത്തിനുള്ള പ്രൊപ്പോസലിന് ഞങ്ങൾ തയ്യാറാണ്, സീസ് ഫയർ എങ്ങനെയായാലും വരണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ അതിൻ്റെ സമയം
കഴിഞ്ഞു പോയോ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അത് തന്നെയല്ല, അവരുടെ ഇസ്രായേലിൻ്റെ ആണെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ഈ സമാധാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടിരിക്കും, അനക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന പോലെയാണ്, പിന്നെ അവരത് വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു ക്രൈ ഓഫ് ഡെസ്പറേഷൻ, എങ്ങനെയെങ്കിലും ഈ വയലൻറ്റ് റൂൾ അവസാനിക്കണം, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിക്കണം, ഈ എത്നിക് ക്ലെൻസിങ് അവസാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ല, ജനങ്ങൾ ഈ ജാഥ നടത്തുന്നവരൊക്കെ വൈറ്റ് ഫ്ലാഗ്സ് കയ്യിൽ പിടിച്ചിട്ടാണ് നടക്കുന്നത്. വൈറ്റ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ സമാധാനം. പക്ഷേ ഈ അടുത്ത കാലം വരെ അവിടെ ഇങ്ങനെ സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു ഡർട്ടി വീട് പോലെയായിരുന്നു. അതിപ്പോൾ പോരാളികളെ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. ഇപ്പോൾ പോരാളികൾ അത്ര വലിയ താല്പര്യമില്ല, സമാധാനം മതി എന്നുള്ള ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ ഒക്കെ ഈ ബൈഡൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഹാഫ് ഹാർട്ടഡ് സപ്പോർട്ടായിരുന്നു. ഉദാഹരണത്തിന് റാഫേൽ ആക്രമിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ ആയുധം തരില്ല എന്നൊക്കെ പറഞ്ഞു. കൂടിയ ആയുധങ്ങളൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ആ പ്ലാനൊക്കെ മാറ്റി ട്രംപ് എല്ലാവിധ ആയുധങ്ങളും കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ ഇസ്രായേൽ വളരെ സ്ട്രോങ് ആയി. ഇസ്രായേലിനെ ഇപ്പോൾ ഇവർക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ ഈ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ബൈഡൻ്റെ പോളിസിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ബൈഡൻ പറഞ്ഞത് സാധാരണ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നൊന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ റഫേലേക്ക് പ്രവേശിക്കാൻ പാടില്ല, പ്രവേശിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആയുധങ്ങളുടെ സപ്ലൈ നിർത്തും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ സമാധാനവും ശാന്തിയൊക്കെ ആയിട്ട് നടന്നെങ്കിൽ അങ്ങനെ അങ്ങ് പോയേനെ. പക്ഷെ ഇപ്പോൾ ഈ ഹമാസിൻ്റെ കയ്യിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ശവശരീരങ്ങളാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ടായി നല്ല കാര്യം, ഭാഗ്യം, അത്രേ ഉള്ളൂ. ബാക്കി പ്രധാനമായിട്ട് ഇപ്പോഴുള്ള അവരുടെ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ശവശരീരങ്ങളാണ് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ പാലസ്തീനിലെ ജനങ്ങൾക്കും ഇത് മനസ്സിലായി, ഈ ശവശരീരം കൊണ്ടുപോയിട്ട് ടാങ്കിൻ്റെ നേരെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് തന്നെയല്ല, ഇപ്പോൾ ഇസ്രായേലാണെങ്കിലും നെതന്യാഹു ആണെങ്കിലും ഈ ബ്ലാക്ക് മെയിലിംഗ് എല്ലാ പരിധിയും കടന്നുപോയി. ഇനി ഇത് കണ്ട് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നു. ഈ ശവശരീരങ്ങളും ഏതാനും ജീവനുള്ളവർ, അവരാണെങ്കിൽ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ല എന്നുള്ള കണ്ടീഷനിലാണ്. ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ചിന്താഗതി അവിടുത്തെ ജനങ്ങൾക്ക് വന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ജനങ്ങൾ തന്നെ, പാലസ്തീൻ ജനത തന്നെ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇവർക്കെതിരെ തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു പാർട്ടി വന്നു, പിന്നത്തെ പാർട്ടി, അങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ കേസ് അതല്ല, പോയി കഴിഞ്ഞാൽ പോയി. ഇപ്പം 2007 ഈ പറയുന്ന ഹമാസ് അധികാരത്തിൽ വന്നിട്ട് പിന്നെ വേറെ ആരെയും അവിടെ അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഇലക്ഷനിലൂടെ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം PLO ആയിരുന്നു, പിന്നെ അൽ ഫത്തയായി, പിന്നീട് അത് പാലസ്തീൻ അതോറിറ്റിയായി. പാലസ്തീൻ അതോറിറ്റിക്കാരെ പോലും അവിടെ നിർത്താതെ മഹ്മൂദ് അബ്ബാസൊക്കെ വെസ്റ്റ് ബാങ്കിൽ പോയിട്ട് അവിടെ കുറച്ച് ഭരണം അവർ കാഴ്ചവെക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മഹ്മൂദ് അബ്ബാസിൻ്റെ പാർട്ടി പറഞ്ഞത്, അല്ലെങ്കിൽ പാലസ്തീൻ അതോറിറ്റി പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ്, അതായത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്, ഞങ്ങൾ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടിരിക്കും, ഈ ഞങ്ങളുടെ ആൾക്കാരെ തരുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, മുന്നോട്ട് പോയി കയറി പിടിച്ചെടുക്കുന്ന ഭൂമി ഞങ്ങളുടേതാകും. ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞോണം. ഞങ്ങളുടെ ആൾക്കാരെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോയി പിടിച്ചെടുക്കുന്നത് പിന്നെ അത് പോയെന്ന് കണക്കാക്കിയാൽ മതി. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ട്രംപിൻ്റെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ളൊരു സപ്പോർട്ട് ഇതിൽ വളരെ നിർണായകമായിട്ട് മാറി. അല്ലെങ്കിൽ ഇസ്രായേലിന് ഇപ്പോൾ ഇവിടെ ഇത്രയും കരുത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും ഈ പാലസ്തീനിൽ ഹമാസിൻ്റെ സപ്പോർട്ട് പോയി ഇപ്പോൾ എതിർപ്പാണ് വരുന്നത്. ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ അതിനെ കാണുന്നത്. ഏതായാലും ഇസ്മായിൽ ഹാനിയുടെയും യാഹ്യ സിൻവറിൻ്റെയും ഹസൻ നസറുള്ളയുടെയൊക്കെ ധാരാളം ആരാധകർ ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷേ അവർ കേരളത്തിലാണ് എന്നുള്ളതാണ് ഒരു സങ്കടകരമായ സത്യം. അതുകൊണ്ട് ഇനി ഇവർ തന്നെ മുൻകൈയെടുത്ത് ഇവരുടെ പിൻഗാമികളെ പറ്റാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചിലപ്പോൾ റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. അല്ലാതെ അവിടെ ഇപ്പോൾ ദേർ ആർ നോട്ട് ടേക്കേഴ്സ്, ആർക്കും അവരെ വേണ്ടാത്ത അവസ്ഥയാണ് ഹമാസിൻ്റെ ഇപ്പോൾ
മിഡിൽ ഈസ്റ്റിലും അതേപോലെ പാലസ്തീനിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ചുരുക്കം പറഞ്ഞാൽ പാലസ്തീൻകാർ മുഴുവൻ എതിർപ്പായിട്ട് രംഗത്ത് നിന്നോട് ഇനി ഹമാസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലേ? അതെ. ആദ്യം 100 പേര്, പിന്നെ 2000 പേര്, 3000 പേര് എന്ന രീതിയിൽ പ്രതിഷേധക്കാർ കൂടി വരും. പ്രതിഷേധം മാറി വളരെ പ്രകടമായിട്ട് വന്നല്ലോ. ഇപ്പോൾ വളരെ അത് പ്രകടമായ രീതിയിൽ വന്നു. ഇനി അത് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഹമാസിന് വേറെ മാർഗങ്ങളില്ലാത്ത കണ്ടീഷനായി, ഹമാസ് തകർന്ന കണ്ടീഷനായി. ട്രംപിന്റെ തന്ത്രം അന്തിമമായി വിജയിച്ചു. ട്രംപിന്റെ തന്ത്രം വിജയിച്ചു എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.